ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു സംഭവം? ഈ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ മത്സരത്തിൽ റയൽ ബാർസലോണയെ പരാജയപ്പെടുത്തിയതിനു ശേഷം നടത്തിയ ആഘോഷമാണ്. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, 10ൽ താഴെ മത്സരങ്ങൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്തരം ഒരു സെലിബ്രേഷന്റെ ആവശ്യമുണ്ടായിരുന്നു. നിർണായക മത്സരമല്ല, ഫൈനലല്ല, കപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള മത്സരമല്ല. എന്നിട്ടും എന്തിനായിരിക്കും 2-1 ആ വിജയത്തെ റയൽ ഇത്രമേൽ ആഘോഷമാക്കിയത്? മേ ബി അതിനു മുമ്പത്തെ, അതായത് കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിലെ എൽ ക്ലാസിക്കോയിൽ ഒരു 4-3 ത്രില്ലറിൽ അന്ന് ബാർസലോണയായിരുന്നു വിജയിച്ചത്. അതിന് റിവെഞ്ച് നടത്തിയെന്ന മട്ടിലായിരിക്കണം റയൽ ഇത്രയും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ ആ മത്സരത്തിന് ശേഷം 2 മത്സരങ്ങളിൽ വീണ്ടും അവർ ഏറ്റുമുട്ടിയിരുന്നു. അതിൽ 2ലും റയലിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. സൂപ്പർ കപ്പിൽ 3-2 റയൽ പരാജയപ്പെടുന്ന കാഴ്ച കാണുന്നു. ലാലിഗയുടെ സെക്കൻഡ് റൗണ്ടിലും, അതായത് ഇന്നലെ കഴിഞ്ഞുപോയ മത്സരത്തിലും പരാജയം തന്നെ. ഇന്നലത്തെ മത്സരത്തിലെ ബാർസലോണയുടെ വിജയം അല്പം സ്പെഷ്യലാണ്. ലാലിഗ ടൈറ്റിൽ റേസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ബാർസലോണ ആ സമയത്താണ് ഒരു എൽ ക്ലാസിക്കോ മത്സരം വരുന്നത്. വിജയിച്ചാൽ കിരീടം, മറിച്ച് പരാജയപ്പെട്ടാൽ ടൈറ്റിൽ റേസ് കടുക്കും. ഒരു നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. അവിടെ അനായാസം ബാർസലോണ തങ്ങളുടെ മത്സരം വിജയിക്കുന്നു. ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിലൂടെ ലാലിഗ ഉറപ്പിക്കാൻ ഹാൻസി ഫ്ലിക്കിന് സാധിക്കുന്നു. ആദ്യ മത്സരം ഇത്രമേൽ ആഘോഷമാക്കിയതിന് അവസാന മത്സരത്തിലെ വിജയത്തോടുകൂടി ഒരു മധുര പ്രതികാരം ഹാൻസി ഫ്ലിക്ക് വീട്ടുന്നു വിത്ത് ലാലിഗ ട്രോഫി. വാട്ട് എ മൂമെന്റ്! പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വൺ സൈഡ് ഗെയിം. താരങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ മത്സരത്തിലെ ഫലത്തിലും കണ്ടു. മത്സരത്തിൽ പല ഡ്രാമാറ്റിക് മൂവ്മെന്റുകളും നടക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ വിനീഷ്യസ് തന്നെയാണ് മെയിൻ. ഉന്തും തള്ളും വാക്ക് തർക്കങ്ങളും ഒക്കെ ആയിട്ട് വെറുതെ. അതിനിടയിലാണ് വിനീഷ്യസ് ഞങ്ങൾക്ക് 15 UCL ഉണ്ട് എന്ന മട്ടിൽ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത്. എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ലാലിഗ ടൈറ്റിൽ റേസ് നടക്കുമ്പോൾ, അവിടെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ UCL കണക്കും കൊണ്ട് വരുന്നത് എന്തിനാണ്? ഇതിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ റയലും ബെനഫിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് ഒട്ടമന്റെ വിനിക്ക് നേരെ വേൾഡ് കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ജെയ്സി പൊക്കി കാണിച്ചത് ഓർമ്മയില്ലേ? ദാറ്റ് സെയിം. ഇന്നലെ ഇതാ ലാലിഗ മത്സരത്തിനിടയിൽ 15 UCL കണക്ക് പറയുന്നു. അങ്ങനെ ഒരു കിരീടം പോലും ഇല്ലാതെ ഈ സീസൺ റയൽ മാഡ്രിഡ് അവസാനിപ്പിക്കുന്നു. ലാലിഗ ടൈറ്റിൽ മാത്രമല്ല ബാർസലോണക്ക് ഈ മത്സരത്തോടു കൂടി ലഭിച്ചത്. പിന്നെ എന്താണ്? അവർ തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് ഇപ്പോൾ ഈക്വൽ ആയിരിക്കുകയാണ്. കാലം ഇത്രയും റയൽ ആധിപത്യം പുലർത്തിയ കണക്കിൽ ഹാൻസി ഫ്ലിക്കിന്റെ കടന്നുവരവോടെ 106 വിജയങ്ങളിലേക്ക് ബാർസലോണ എത്തിയിരിക്കുകയാണ്. 2 സീസൺ കൊണ്ട് 2 ലാലിഗ കിരീടങ്ങൾ. അതുമാത്രമാണോ? തങ്ങളുടെ ചിരവൈരികളായ റിയൽ മാഡ്രിഡിന് വലിയ ചലഞ്ചിങ് നൽകാനും അവർക്കിടയിൽ ആധിപത്യം പുലർത്താനും സാധിച്ചിരിക്കുന്നു.